സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ജോബാണ്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, അപ്ലിക്കേഷൻ ഫീസ്, സ്ഥിരമായിട്ടുള്ള വേക്കൻസി ആണോ, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ഒരു ലൈക്ക് പിന്നെ ഒരു കമൻറ്റും സപ്പോർട്ടൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷമാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് ഒരു വോളി ഓൺഡ് ആയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനിയിലേക്ക് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ എന്നുള്ള വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള എയർക്രാഫ്റ്റ്, അതായത് വിമാനങ്ങളുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ റിപ്പയറിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള DGCAയുടെ അംഗീകാരമുള്ളൊരു പ്രമുഖമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിലേക്കാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കണക്കാക്കുക 1 ജനുവരി 2024 അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിനെ എനി റീജിയൻ, അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എവിടെയാണോ ഒഴിവ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും പ്ലേസ് ചെയ്യുക. മൊത്തത്തിൽ വരുന്ന വേക്കൻസികൾ എന്ന് വെച്ചാൽ 209 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡൽഹിയിൽ 87, മുംബൈയിൽ 70, കൊൽക്കത്തയിൽ 12, ഹൈദരാബാദ് 10, നാഗ്പൂർ 10, തിരുവനന്തപുരം 20, അങ്ങനെ എല്ലാം അടക്കം 209 വേക്കൻസികളാണുള്ളത്. പിന്നെ വേക്കൻസികൾക്ക് റിസർവേഷനൊക്കെ ഉണ്ടാവും. SC/ST, OBC, എക്സ് സർവീസ്മെൻ, അങ്ങനെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെല്ലാ എലിജിബിലിറ്റിയും കണക്കാക്കുക ജനുവരി 1, 2024 അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾ ഏജ് ആയാലും ക്വാളിഫിക്കേഷൻ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേടിയിരിക്കേണ്ടത്. പിന്നീട് എന്ന് വെച്ചാൽ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷനാണ് 3 വർഷത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം. ഒന്നില്ലെങ്കിൽ BSc, BCom, BA ഈ ഡിഗ്രി കഴിഞ്ഞവർക്ക് പ്ലസ് അതിൻ്റെ കൂട്ടത്തിലൊരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ അതുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് 1 വർഷത്തെ. പിന്നീട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. ഡാറ്റ എൻട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെപ്യൂട്ടഡ് സ്ഥാപനത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ കോഴ്സല്ല, നിങ്ങൾ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ IT, CS കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ കോഴ്സുകൾ കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞ ഡിഗ്രി ഉള്ളവരാണ് BSc, BCom, BA അവരൊക്കെ ആണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ കോഴ്സ്, അതായത് അത് കഴിഞ്ഞ സർട്ടിഫിക്കറ്റും വേണം. 1 വർഷത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പ്ലസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് നോക്കാം. 1 ജനുവരി 2024 അടിസ്ഥാനത്തിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. OBCക്കാരാണെങ്കിൽ 38 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC/STക്കാരാണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിലേക്കുള്ള സാലറി വരുന്നത് 27,000 രൂപയാണ് പെർ മന്ത് സാലറി. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ പീരീഡ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് താൽക്കാലിക വേക്കൻസിയാണ്. മിനിമം 5 വർഷത്തേക്കായിരിക്കും നിങ്ങളെ തുടക്കത്തിൽ പോസ്റ്റ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും ഇതിനൊക്കെ അനുസരിച്ച് പിന്നീട് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനുള്ള നിങ്ങൾ ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇമെയിൽ അത് ഫില്ല് ചെയ്തതിന് ശേഷം അത് സ്കാൻ ചെയ്യുക. ആ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും എല്ലാം അടക്കം നിങ്ങൾ മെയിലാണ് അയക്കേണ്ടത്. മെയിൽ ഐ ഡിയാണ് careers@aiesl.in എന്നുള്ള ഈ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവില്ല, അതും നിങ്ങളുടെ കൂട്ടത്തിൽ വെക്കണം. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സാണ് ഫീസ് അടയ്ക്കേണ്ടത്. മറ്റുള്ള കാൻഡിഡേറ്റ്സിന് ഫീസ് വേണ്ടി വരില്ല. ഓക്കെ, 1000 രൂപയ്ക്ക് പുറമെ പ്രോസസ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് RTGS അല്ലെങ്കിൽ NEFT വഴി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അതിനുള്ള ഫീസ് അടയ്ക്കുമ്പോൾ അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസാണ് AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ്, ബാങ്ക് നെയിം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അക്കൗണ്ട് നമ്പർ പറയുന്നുണ്ട് 411-02-18-1800, IFSC കോഡ് SBIN 40691. ന്യൂഡൽഹി ബ്രാഞ്ചിലേക്ക് ആണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്.
ഓക്കെ, ഇതിലേക്ക് ആപ്ലിക്കേഷൻ അവിടെ മെയിൽ അയച്ച് നിങ്ങൾ ആപ്ലിക്കേഷന് അവിടെ കിട്ടേണ്ട അവസാന തീയതി ജനുവരി 15-ൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നീട് ഇത് അയച്ചവർ അപ്ലൈ ചെയ്തവർ മെയിൽ അയച്ചവർ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ട്, ആ ഗൂഗിൾ ഫോം ലിങ്കും നിങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസാണ് വേണ്ടത്. സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് SSLCൻ്റെത് വേണം. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടിയിട്ട് അത് SSLC തന്നെ മതിയോ. പിന്നീട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ SC ST OBC ഇത് വിഭാഗത്തിലൊക്കെ പെടുന്ന AWS പെടുന്നവരാണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. പിന്നീട് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നീട് ഇതിൻ്റെ എങ്ങനെ സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. സെലക്ഷൻ പ്രൊസീജിയർ എക്സാമിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. റിട്ടൺ ടെസ്റ്റിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുക. ഓക്കെ, നിങ്ങൾക്ക് പിന്നീട് എന്ന് വെച്ചാൽ സ്കിൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് പ്രീ എംപ്ലോയ്മെൻറ്റ് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ പാസ്സാകേണ്ടതുണ്ട്. അതിലും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. പിന്നീട് നമുക്ക് ഇതിൽ നോക്കാനുള്ളതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സ് കൊടുക്കാം കേട്ടോ. ഫോർമാറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വലതുഭാഗത്ത് നിങ്ങളെ ഫോട്ടോ ഒട്ടിക്കുക. പിന്നീട് ബാക്കിയെല്ലാം ഫില്ല് ചെയ്യാനാണ്. അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ഏതാണ് പോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ നെയിം ഫില്ലാക്കുക, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് എത്ര എന്നുള്ളത്, പ്ലേസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബർത്ത്, മെയിലിംഗ് അഡ്രസ്സ്, പിൻകോഡ്, ടെലിഫോണ്, മൊബൈൽ, പിന്നീട് മാരീഡാണോ അൺമാരീഡാണോ കാര്യങ്ങൾ, നാഷണാലിറ്റി, റിലീജിയൻ, ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടോ, കൺവേഴ്സൻ്റ് ഇൻ ലോക്കൽ ലാംഗ്വേജ് ഏതൊക്കെയാണ് ലോക്കൽ ലാംഗ്വേജ് അതിലെങ്ങനെയാണ് നിങ്ങളുടെ ഇത്. പിന്നീട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള പ്രൊഫിഷ്യൻസി, പിന്നീട് SC ST OBC ഏതിൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് അത് അവിടെ ടിക്ക് ചെയ്യുക. പിന്നീട് എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അത് ഇവിടെ യെസ് ഓർ നോ അത് കുറച്ച് പൂരിപ്പിക്കാനുണ്ട്. പിന്നീട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് എവിടെയൊക്കെയാണ് പഠിച്ചത്, SSLC +2 ഗ്രാജുവേഷൻ, BCA BSc IT കമ്പ്യൂട്ടർ സയൻസ് എവിടെയൊക്കെയാണ് പഠിച്ചത് ആ ഡീറ്റെയിൽസൊക്കെ വേണം. പിന്നീട് നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ 1000 രൂപ ഫീസ് അടിച്ചതുണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ശേഷം നിങ്ങളുടെ നിങ്ങളുടെ സിഗ്നേച്ചറും പ്ലേസും ഡേറ്റും ആ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം ആപ്ലിക്കേഷൻ ഫില്ലാക്കുക. ശേഷം കരിയർ സെറ്റ് AISL.in എന്നുള്ള വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ ഈ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന മുകളിൽ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മെയിൽ ചെയ്തോളൂ. നമുക്ക് എന്തായാലും ഇത്രത്തോളം കാര്യങ്ങൾ നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. പിന്നീട് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.